റെക്കോൺ ദ ഗോ വേൾഡ് കപ്പ് സൊറകൾ സെക്കൻഡ് എപ്പിസോഡ്. ഇപ്രാവശ്യം നമ്മളെ കൂടെ ഉള്ളത് പുതിയ ഗസ്റ്റാണ്, ലാഡ് ഫ്രം കേരള, അജാസ്. തുടങ്ങല്ലേ? നമ്മൾ വേൾഡ് കപ്പ് ഇപ്പോൾ സെമി എത്തി. എത്ര വട്ടം പോയതല്ലേ? തുടങ്ങി ആകെ ഇപ്പൊ ഒരു മാസം കഴിഞ്ഞില്ലേ? ഒരു മാസം 1.25 മാസമായിട്ട് ഒരു മാസം ഏകദേശം ഒരു 10 ദിവസം കഴിഞ്ഞിട്ടുണ്ടാവും അല്ലേ? എത്ര വട്ടം പോയി. വേൾഡ് കപ്പ് ഉണ്ടാകുമ്പോൾ വേറെ പ്രത്യേകത ഉണ്ട്. നമ്മൾ എന്ത് കഴിഞ്ഞ് പണിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് രാത്രി എത്തി കഴിഞ്ഞാല് പിന്നെ ഒരു ടാർഗറ്റ് ഉണ്ട്, രാത്രിക്കത്തെ കളി കാണണം, അത് എന്താകും അതറിയാനുള്ള ഒരു ആകാംക്ഷ. ഇപ്പൊ ഈ ഇടയ്ക്ക് കളി ഇല്ലാക്കുമ്പോഴേ ആ ഒരു ഇത് ഫീൽ ചെയ്യണ്ടാ. കളി ഇല്ലല്ലോ, ഇന്നലെ മിഞ്ഞാന്നും കളി ഇല്ലാത്തോണ്ട് ഇന്നിപ്പോ രാത്രി എന്ത് കാട്ടുന്നൊക്കെ ആലോചിക്കും. അതേമാതിരി ഇപ്പൊ സ്കൂൾക്ക് പോകുമ്പോഴും ഇപ്പോൾ കോളേജ് ആണെങ്കിലും പണിക്കാണെങ്കിലും അവിടെ ഇപ്പോൾ പോകുമ്പോൾ നമുക്ക് ഒരു ഫ്രീ ടൈം കിട്ടിയാൽ നമ്മളപ്പോൾ കളിയെ പറ്റി സംസാരിക്കും. പക്ഷെ ഇതിപ്പോ ഇനിയിപ്പോ 4 ദിവസം കഴിഞ്ഞാൽ വേൾഡ് കപ്പ് കഴിയും. അത് കഴിഞ്ഞാൽ പിന്നെ പറയാനൊന്നും ഉണ്ടാവൂല. അത് ശരിയാ. നമ്മളിപ്പോ എവിടെ ഏതൊരു ഗ്യാങ്ങിലാണെങ്കിലും ഏതൊരു കൂട്ടത്തിലാണെങ്കിലേ ഇതിനെ പറ്റി പറഞ്ഞ് വെറുതെ തൊള്ളട്ടാണ്ട് എന്റർടൈൻമെന്റ് ആണ്. ഇപ്പൊ വന്ന് സെമി ആയി. നമ്മളിപ്പോ ഇത് നാളെ നമ്മൾ എപ്പിസോഡ് അറിയുമ്പോ തന്നെ സെമിയിൽ ഫസ്റ്റ് ഫ്രാൻസ് സ്പെയിൻ കളി കഴിഞ്ഞിട്ടുണ്ടാവും. ആ കളി എന്താണ് വിചാരിക്കണേ? അത് ഇതുവരെയുള്ള പെർഫോമൻസ്, വേൾഡ് കപ്പിലെ മാത്രം പെർഫോമൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒബ്വിയസ്ലി ഒരു 80-20, അതായത് 80% ഫ്രാൻസിലും 20% സ്പെയിനും എനിക്ക് തോന്നുന്നുണ്ടോ. കാരണം ഈ വേൾഡ് കപ്പിന്റെ പെർഫോമൻസ് മാത്രം വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ. അത് ശരി. അല്ല, അതിലിപ്പോ ഫ്രാൻസ് എന്ന് പറയുമ്പോ എംബാപ്പെ ഫാക്ടർ വെച്ചിട്ടാ പറയണേ അതോ? അല്ല, മൊത്തത്തിൽ അവരെ അറ്റാക്കിംഗ് പവർ ഹൗസും അതേപോലെ അവരുടെ ഡിഫൻസും അത്രയും അടിപൊളി തന്നെയാണ്. മിഡ്ഫീൽഡിൽ മാത്രമാണ് എനിക്ക് തോന്നുന്നത് സ്പെയിനിന് ഒരു മുൻതൂക്കമുള്ളത്. പിന്നെ ഡിഫൻസിൽ അത്യാവശ്യം നല്ല തന്നെയാണ്. പക്ഷെ ബെൽജിയത്തിനെതിരെ ഇപ്പൊ കഴിഞ്ഞ മാച്ചില് ഡിഫൻസ് ബ്രേക്ക് ആയി. ഒരു ഗോളല്ലേ വേണേ? ഒരു ഗോളാ, 2-1 മെറീനോ. പിന്നെ അന്ന് പോർച്ചുഗലിനെതിരെ ഇപ്പൊ പിന്നെയും ബെൽജിയത്തിന്റെ എതിരെ മെറീനോന്റെ സബ് പറയുമ്പോഴാണ് അവനെ അവസാനത്തിൽ 85-86 മിനിറ്റിൽ ഇറക്കും, അടുത്ത 2 മിനിറ്റ് കൊണ്ട് ഓടിക്കും ചെയ്യും. ആഴ്സണലിലും ഇങ്ങനെയാണ്. ആഴ്സണലിലും മോൻ ഇതേപോലെ എന്താണെങ്കിലും ലാസ്റ്റ് കണ്ട് ഇറക്കി വിടും. അത് വരെ കളിക്കണുണ്ടാവില്ല, എന്തെങ്കിലുമൊക്കെ ക്ലച്ച്. ഇനി ഓന്റെ ഭാഗ്യം കൊണ്ടാണോ ഓൻ അതിനുള്ള പ്രത്യേക സ്കില്ലാണോ അറിയില്ല. മെറീനോ പറയുമ്പോ പണ്ടേ ഒരു ഭാഗ്യം, അതായത് ഓൻ പണ്ട് ഒരു മിഡ്ഫീൽഡർ ആയിട്ടാണല്ലോ കളിച്ചിരുന്നത്. പിന്നെ ഓനെ സ്ട്രൈക്കറായിട്ട്, അതായത് ആഴ്സണലിന് സ്ട്രൈക്കേഴ്സ് ഇല്ലാത്ത സമയത്ത് ഓനെ സ്ട്രൈക്കറാക്കി കൺവേർട്ട് ആക്കിയിട്ട് അപ്പോഴാണ് മനസ്സിലാവണം ഓൻ ഏറ്റവും ബെസ്റ്റ് സ്ട്രൈക്കർ പൊസിഷൻ. അങ്ങനെ ആയതാണല്ലേ? എന്നിട്ട് ഇപ്പോ എന്തായി, ഏറ്റവും ബെസ്റ്റ് എക്സ് ഫാക്ടറായി മാറി, അതായത് സൂപ്പർ സബ് എന്നുള്ള ആൾക്ക്. അതുകൊണ്ട് അങ്ങനത്തെ ചില കാര്യങ്ങൾ സ്പെയിനുണ്ട്. അതേപോലെ ഓരോ ഡിഫൻസും ഇതുവരെ അടിപൊളി തന്നെയാണ്. അടിപൊളി അല്ലാന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. പക്ഷെ ഈ കുബാർസി ആയിക്കോട്ടെ, ലെപ്പോർട്ടൊക്കെ ഉണ്ട്. പക്ഷെ കുബാർസിക്ക് ചെറിയൊരു ഇൻഎക്സ്പീരിയൻസ് ഉണ്ട്. പക്ഷെ ഫ്രാൻസിന്റെ കാര്യത്തിൽ അതില്ല, ഒരിക്കലും ഇല്ല. കാരണം അവർക്ക് കൂണ്ട ആയിക്കോട്ടെ, തിയോ ഹെർണാണ്ടസ്, അതുപോലെ സാലിബ, ഉപ്പമക്കാനോ, ഇവരൊക്കെ ടോട്ടലി എക്സ്പീരിയൻസ്ഡ് പ്ലേയേഴ്സ് ആണ്. അപ്പൊ അവിടെയൊക്കെയാണ് എനിക്ക്. പിന്നെ അറ്റാക്കിന്റെ കാര്യത്തില് പറയേണ്ട ആവശ്യമില്ല. അറ്റാക്ക് ഒന്നും നമ്മൾ വർത്താനം പറയേണ്ട ആവശ്യമില്ല, കാരണം അത്രയും മുന്നിലാണ് ഫ്രാൻസിന്റെ അറ്റാക്ക്. വേൾഡ് കപ്പിൽ ബെസ്റ്റ് അറ്റാക്ക് ആണ്. പക്ഷേ വേൾഡ് കപ്പാണ്. പിന്നെ സ്പെയിൻ ഇതുവരെ കളിച്ച കളി പറഞ്ഞാല് ഓപ്പോസിറ്റ് ഉള്ള ടീമിനനുസരിച്ച് ഓല കളി അപ്ഗ്രേഡ് ആയിക്കണ് അല്ലെങ്കിൽ ഡൗൺ ഗ്രേഡ് ആയിക്കണ്. ഈ ഫ്രാൻസ് വരുമ്പോ സ്പെയിൻ ഏത് രൂപത്തിലാണ് നിക്കാന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ട്. കാരണം മറ്റേ നമ്മള് ശരിക്ക് ആലോചിച്ച് നോക്കുകയാണെങ്കിൽ ഞാൻ ഫ്രാൻസിനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾട്ടോ. കാരണം ഞാൻ റയൽ ഫാനാണ്. സോ എംബാപ്പെ, ചോമിനി ഇതൊക്കെ പാടെ വെച്ച് നോക്കുമ്പോൾ എങ്ങനെയാലും നമ്മളെ സപ്പോർട്ട് ഫ്രാൻസ്ക്ക് പോകുള്ളൂ. പിന്നെ എംബാപ്പെ പറയുന്നത് നമ്മുടെ മെയിൻ മാൻ ആണ്. എംബാപ്പെ വേൾഡ് കപ്പ് എംബാപ്പെ പറയണ്ടല്ലോ, ബെസ്റ്റ്. അതായത് വേൾഡ് കപ്പിൽ തന്നെ ഏറ്റവും വൺ ഓഫ് ദി ബെസ്റ്റ് വേൾഡ് കപ്പിലെ ഇൻഡിവിജ്വൽ പെർഫോമൻസ് നടത്തുന്ന ആളാണ്. അതെ. ഇപ്പോ ഓനായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ശരിക്ക് പയ റൊണാൾഡോ, മൊട്ട റൊണാൾഡോ അല്ലെങ്കിൽ മെസ്സി, ഇങ്ങനെ 2-3 ആളൊക്കെ ഉള്ളൂ ആ ഒരു ലെവലില്. മെസ്സി തന്നെ കഴിഞ്ഞ വേൾഡ് കപ്പിൽ ടോപ്പ് പെർഫോമൻസ് ആണെങ്കിൽ എനിക്ക് തോന്നുന്നത് നോക്കൌട്ടിൽ ഓനൊന്ന് ചെറുങ്ങനെ അവങ്ങി തോന്നുന്നു അല്ലേ? അതോ ഇല്ല, നോക്കൌട്ടിലും കളിച്ചിരുന്നു, ഫൈനലിലൊക്കെ ഒന്ന് മോശമായിട്ടുള്ളൂ. ബാക്കി കളികളൊക്കെ അത്യാവശ്യം ഗോൾ അടിച്ചു. കഴിഞ്ഞ വേൾഡ് കപ്പില് എംബാപ്പയും മെസ്സിയും കട്ടൊക്കെ കട്ടായത് എന്റെ അഭിപ്രായത്തില്. ഇപ്പൊ അതുവരെ ഗോൾഡൻ ബോൾ നമ്മളെ തോറ്റ ടീമിന്റെ ബെസ്റ്റ് പ്ലെയറിനെ കൊടുത്തിരുന്നു. പക്ഷെ 2022 മാത്രമാണ് ജയിച്ച ടീമിന്റെ, അതായത് കഴിഞ്ഞ കുറച്ച് ഹിസ്റ്ററി കേട്ടോ, പണ്ടൊട്ടുള്ളവരല്ല, കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് അങ്ങനെ ചെയ്തിട്ട്. പക്ഷെ 2022 അത് ജയിച്ച ടീമിന്റെ ക്യാപ്റ്റനാണ് കൊടുത്തത്. പക്ഷെ എന്റെ അഭിപ്രായത്തിൽ അത് എംബാപ്പയ്ക്ക് ഡിസർവ് ചെയ്യുന്നില്ല. ആ ഫൈനലിലെ പെർഫോമൻസ് എടുത്ത് നോക്കിയാൽ തന്നെ നമുക്ക് തോന്നും ഇവനെ ജയിച്ചു കണ്ടിരുന്നെങ്കിൽ.
ഫ്രാൻസ് ഇല്ല, എംബാപ്പെ ഇല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ 2-0 തന്നെ ജയിക്കുമായിരുന്നു അർജന്റീന സുഖമായിട്ട് ജയിക്കേണ്ട കളിയാണ്. അവസാന നിമിഷത്തിൽ കയറി വന്നിട്ട് ജയിച്ചു കൊടുത്തു. ഇപ്പൊ ഇന്നത്തെ കളിയിലാണെങ്കിലും എനിക്ക് തോന്നുന്നത് എംബാപ്പേന്റെ എങ്ങനെയായാലും ഒരു ഗോൾ എംബാപ്പേന്റെ ഷുവർ ആയിട്ടുണ്ടാവും. ആ 90 തീയതിന്റെ മുമ്പ് എങ്ങനെയാലും ഓനൊരു ഗോൾ അടിക്കും. അതിനുള്ള വഴി ഓൻ കാണും. പ്രത്യേകിച്ച് ഈ വേൾഡ് കപ്പ് ഇതുവരെ അവന്റെ ബെസ്റ്റ് പെർഫോമൻസ് ആണ് ഈ വേൾഡ് കപ്പിൽ വന്നിരിക്കുന്നത്. അപ്പോൾ ഗോൾ അടിച്ചില്ലെങ്കിലേ ഉള്ളൂ എന്താണ് സർപ്രൈസ് ആവാണ്ട്. പക്ഷെ അപ്പുറത്ത് പിന്നെ പലരും പറയണേ യമാല് ഭയങ്കര ഹൈപ്പ് കൊടുക്കുന്നുണ്ട്. പക്ഷെ യമാല് ഈ എന്താണ് വേൾഡ് കപ്പിൽ അതിന് മാത്രം ഒരു ഔട്ട്പുട്ട് കിട്ടിയിട്ടില്ല. പക്ഷെ പറയാൻ പറ്റില്ല, നമ്മളെ കഴിഞ്ഞ 2 കളി നോക്കുകയാണെന്നുണ്ടെങ്കിൽ 2 കളിയും സ്പെയിൻ ജയിച്ചിരിക്കുകയാണ്. നേഷൻസ് ലീഗിലും അതിന്റെ മുന്നേ യൂറോ കപ്പിലും ഫ്രാൻസിനോട് സെമി ഫൈനലിൽ തന്നെയാണ് തോന്നുന്നു രണ്ടിലും. 2 സെയിം അവസ്ഥയിൽ അല്ല. യൂറോ നാഷൻസ് ലീഗും അല്ല, നാഷൻസ് ലീഗിൽ എന്തായാലും സ്പെയിൻ തോപ്പിച്ചാണ്ടാണ് ഫൈനൽ കയറിയത്. യൂറോ എനിക്ക് ഓർമ്മയില്ല. യൂറോയില് കളിച്ചു യമാല് ഒരു വളച്ചടിച്ചു, എന്നിട്ട് യമാല് ഫ്രാൻസിനെ തോപ്പിച്ചു. പക്ഷെ അപ്പോ ഈ യമാലൊക്കെ കളിഞ്ഞ മുന്നേ അതാണ് പറഞ്ഞത്, ഫ്രാൻസിന് നമ്മൾ അതിന് ശേഷം പക്ഷെ ഇന്റർനെറ്റില് വേറെ അതിന്റെ റെസ്പോൺസ് വരുന്നത് എങ്ങനെയാ വെച്ചാല് അന്ന് വേൾഡ് കപ്പ് എംബാപ്പെ എന്ന് പറയുന്നത് വേറെ മോൺസ്റ്റർ ആണ്, അത് വെച്ച് കമ്പയർ ചെയ്യാൻ നിൽക്കേണ്ട പറഞ്ഞാണ് ഇന്റർനെറ്റിൽ കുറെ മീംസ് ഒക്കെ വരുന്നത്. ശരിക്കും അങ്ങനെ തന്നെയാണ്. വേൾഡ് കപ്പിൽ ഇപ്പൊ എന്റെ ആർക്കെങ്കിലും ഉണ്ടോ 18 കളിയിൽ നിന്ന് 19 ഗോൾ എന്തോ അല്ലേ, ആർക്കും ഇല്ല കളിച്ച ഗെയിംസിനേക്കാൾ കൂടുതൽ ഗോള്. ഈവൻ റൊണാൾഡോ പോലും ഇല്ലോ റൊണാൾഡോക്ക്. പിന്നെ മെസ്സിക്ക് ഗോളുകളെ എണ്ണ ഉണ്ട്, പക്ഷെ നല്ല ഗെയിംസ് കളിച്ചിരിക്കണം. അത്രയും 6ാമത്തെ വേൾഡ് കപ്പ് അല്ലേ. അതാണ് ഏറ്റവും വലിയ അതിശയിപ്പിക്കുന്ന കാര്യം. എംബാപ്പേന്റെ വെറും 3ാമത്തെ വേൾഡ് കപ്പ്. അപ്പൊ ഓനിക്ക് ഇനി മിനിമം 2 വേൾഡ് കപ്പ് ആക്കിയിട്ടുണ്ട്. അപ്പൊ അതും കൂടി കഴിഞ്ഞാൽ ചിലപ്പോ ഇപ്പൊ ഉള്ളതിന്റെ ഇരട്ടി. കാരണം ഇപ്പോഴും ഓൻ്റെ ഏറ്റവും പീക്കിലെത്തി നമുക്ക് പറയാൻ പറ്റില്ല. ഏറ്റവും പീക്കിൽ ഒരു 28, 29, 30 വയസ്സൊക്കെ ഏറ്റവും പീക്ക് എന്ന് പറയാൻ പറ്റുക. അപ്പോൾ ആ ഒരു ടൈം കൂടി കഴിയുമ്പോൾ പറയാൻ പറ്റില്ല. ഇനിയിപ്പോ മിക്കവാറും വേൾഡ് കപ്പിന്റെ ടീംസിന്റെ എണ്ണം കൂട്ടും. അപ്പൊ അടുത്ത വേൾഡ് കപ്പില് ഗെയിംസും കൂടും. അപ്പോ മിക്കവാറും എംബാപ്പേനെ പിന്നെ ആർക്കും പിടിച്ചാൽ കിട്ടൂല. പിന്നെ ചിലപ്പോ ഹാലൻഡിന് കിട്ടും. പക്ഷെ ഹാലൻഡിന്റെ എന്താ വെച്ചാല് നോർവേ ഇനി കൺസിസ്റ്റന്റ് ആയിട്ട് ഈ ഒരു പെർഫോമൻസ് ഉണ്ടാവുമെന്ന് ഡൗട്ടാണ്. ഓൻ അത്രക്ക് സപ്പോർട്ടീവായിട്ട് എംബാപ്പയ്ക്ക് പറഞ്ഞാല് ഓനും സെറ്റാണ്, അത്രയും അടിപൊളിയായിട്ട് ടീമിനെയും കിട്ടി. രണ്ടും കൂടി ആവുമ്പോ ഓനെ സുഖമായിട്ട് അടിക്കാം. ഹാലൻഡിന്റെ സിറ്റുവേഷൻ അങ്ങനല്ല, അത്ര നല്ലൊരു ടീം ഓനക്കില്ലല്ലോ അവിടെ. അതുകൊണ്ട് കൺസിസ്റ്റന്റ് ആയി പെർഫോം ചെയ്യാൻ പറ്റുമോന്ന് ഡൗട്ടാണ്. നോക്കാം. ഇതില് കുറെ അത്യാവശ്യം യങ്സ്റ്റേഴ്സ് ഉണ്ട് തോന്നുന്നുണ്ട്. മറ്റേ സ്വർലോത്തൊന്നും വലിയ പ്രായമല്ലല്ലോ. സ്വർലോത്തൊന്നും അല്ല, പക്ഷെ ഒരു കീപ്പർ ഉണ്ടല്ലോ, ഒരു കീപ്പർ 35 വയസ്സൊക്കെയാണ് ഉണ്ടല്ലേ. പിന്നെ ഓഡിഗാർഡിന് വലിയ പ്രായമല്ല, 24 അല്ല. പക്ഷെ എങ്ങനെ പോയാലും അവർക്ക് 2 വേൾഡ് കപ്പ് ഒക്കെ കൂടുതലുണ്ട്. ഓഡിഗാർഡിന് 24 അല്ല, അതിലാറുണ്ടല്ലേ. ഓഡിഗാർഡ് പറയുമ്പോ 2016 17 ഫസ്റ്റ് ടോപ്പ് ടയറിൽ കളിക്കുന്നത് റൊണാൾഡോന്റെ സബ്ബായിട്ട്. റൊണാൾഡോനെ സബ് ചെയ്തിട്ട് റയലില് ഓഡിഗാർഡ് വരികയാണ്. പിന്നെ റയലില് അവസരം കിട്ടാതെയാണ് ആഴ്സണലിൽ പോണതും. 2-3 കൊല്ലം കൊണ്ട് ആഴ്സണലിന്റെ ക്യാപ്റ്റൻ ആവണതൊക്കെ. അപ്പൊ ആഴ്സണലിന്റെ മെയിൻ മാൻ ആണ് ആർട്ടറ്റന്റെ അടിയില് അത്രയും ഒരു കീ ഫാക്ടറായി മാറി. പക്ഷെ ഈ വേൾഡ് കപ്പില് ഇപ്പോ ഏതൊക്കെ കളികളിലും ഓന് കുറച്ച് അണ്ടർവെൽമിംഗ് ആയി തോന്നി. അത് കുറച്ചൊന്ന് മങ്ങിപ്പോയ സംശയമാണ്. അതിപ്പോ യമാലിന്റെ കാര്യം പറയുകയാണെങ്കിലും ഞാൻ സ്പെയിനിന്റെ കളികള് എല്ലാ കളിയും കണ്ടിട്ടില്ല. പക്ഷെ ലാസ്റ്റ് ഇപ്പൊ നോക്കൌട്ടിലെ കളികളൊക്കെ ഞാൻ കണ്ടു. അതില് കറക്റ്റ് പറയുകയാണെങ്കിൽ ഓന്റെ യമാലിന്റെ കിട്ടിയ സംഭവം പ്ലെയറെ വലിച്ചിട്ട് സ്പേസ് ഉണ്ടാക്കുന്നുണ്ട്, അല്ലെങ്കിൽ എന്താ പറയാ വിടുത്ത് ഉണ്ടാക്കുന്നുണ്ട്. പക്ഷെ ഇവൻ പാസ് കൊടുക്കുന്നത് വളരെ കുറവാണ്. എപ്പോഴും ഡ്രിബിൾ ചെയ്യാനാ നോക്കണത്. അതിലൊരു 80% ഫെയിൽ ആവണുണ്ട്. മറ്റേ ബാർസയിലൊക്കെ കളിക്കുമ്പോ എന്റെ 80% അല്ല, ഡ്രിബിൾ ചെയ്യണതിന്റെ ഒരു 80% അല്ലെങ്കിൽ 90% ഫെയിൽ അല്ല, സക്സസ് ആണ്. അതുകൊണ്ട് അവിടെ നല്ല റിസൾട്ട് കിട്ടും. ഇത് ഈ ഫെയിൽ ആവാൻ ഡ്രിബിൾ ചെയ്യാൻ നോക്കണ്ടെന്ന് ഫെയിൽ ആവാൻ ചെയ്യാം. പക്ഷേ സ്പെയിനിൽ വരുന്നത് അതായത് ബാഴ്സയില് പറയുമ്പോ അവന്റെ ഒപ്പം ഉള്ളത് റാഫിഞ്ഞും പിന്നെ ഓൾമോ റാഷ്വുഡ്, അതിന്റെ ഒപ്പം ഫെറാൻ ടോറസും ഉണ്ട്. ഫെറാൻ ടോറസ് അവിടെയുണ്ട് ഇവിടെയുണ്ട്. പക്ഷെ ഫെറാൻ ടോറസ് ഇപ്രാവശ്യത്തെ വേൾഡ് കപ്പിലും ഓനെ എല്ലാവരും കളിയാക്കുന്ന അവന്റെ ഫിനിഷിങ്ങിന്റെ കാരണം കൊണ്ടാണ്. ഇപ്രാവശ്യം അവന്റെ വേൾഡ് കപ്പിലും അവന്റെ ഫിനിഷിങ് ഭയങ്കര മോശമാണെന്നാണ് ആൾക്കാർ പറയണത്. അപ്പോൾ അത് മാറ്റിയില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഫ്രാൻസിന്റെ ഇതിലുള്ള മാച്ചിൽ വലിയ പ്രശ്നമായി മാറും. പിന്നെ യമാലിന്റെ കാര്യം എന്താ വെച്ചാൽ യമാലിന്റെ റൈറ്റ് ഫുട്ട് ഭയങ്കര വീക്കാണ്. അപ്പോൾ ഓന് മറ്റേ ട്രിവേല എപ്പോഴും ഔട്ട് സൈഡ് ബൂട്ട് കൊണ്ട് എപ്പോഴും ലെഫ്റ്റ് കൊണ്ട് ഓൻ ട്രൈ ചെയ്യും. അതുകൊണ്ട് ഓൻ്റെ റൈറ്റ് ഫുട്ട് വീക്കായതുകൊണ്ട് മിക്കവാറും ഓൻ്റെ അതായത് റൈറ്റ് കൊണ്ട് എടുക്കേണ്ട ബോളൊക്കെ ഓന് ലെഫ്റ്റ് കൊണ്ട് എടുക്കാൻ നോക്കിയിട്ട് മിസ്സായി പോലാണ്. അപ്പോൾ എന്താണ് എന്തായാലും യമാലിന് സ്റ്റെപ്പ് അപ്പ് ചെയ്യാൻ കഴിയും. യമാലിന് കഴിയാത്തതായിട്ടൊന്നുമില്ല. ഓൻ പലവട്ടം ചാമ്പ്യൻസ് ലീഗിലൊക്കെ പ്രൂവ് ചെയ്തതാണ്. അപ്പോൾ ഓനെന്ന് വിചാരിച്ചാൽ ചിലപ്പോൾ ഓരെ കൊണ്ട് നടക്കും. പക്ഷേ നമ്മളെങ്ങനെ നോക്കിയാലും ഞാൻ പറഞ്ഞ പോലെ 80%
ഒരു ഫ്രാൻസിനാണ് ഒരു മുൻതൂക്കം കാണുന്നത്. കാരണം യമാല ഒരാളവിടെ ഡ്രൈവ് ചെയ്യുമ്പോ തന്നെ അപ്പുറത്ത് 4 ആളാ വരിക്ക് നിൽക്കുന്നത്. ഡെംബലെ, ഒലീസെ, എംബാപ്പെ, പിന്നെ പാരാ ഞാൻ അപ്പുറത്ത് ബാർക്കോള അല്ലെങ്കിൽ ഡുവേ. ബെഞ്ചിൽ ചെറുക്കി, ബെഞ്ചിൽ ചെറുക്കിനെ യൂസ് ചെയ്യണില്ല, ആവശ്യം വരുന്നില്ല. മിഡിലാണെങ്കിൽ ഇപ്പൊ ചോമിനി പരിക്കും മാറി വരും, റാബിയോട്ടും പിന്നെ മറ്റേ പഴയ പ്ലെയർ 2 നമ്പർ അറിയുന്നു ബാക്കത്തെ 2 നമ്പർ ഡീഞ്ഞെ, ലൂക്കാസ് ഡീഞ്ഞെ 3 തോന്നുന്നുണ്ടല്ലേ, ഓൻ ലെഫ്റ്റ് ബാക്ക്. ഡീഞ്ഞെ ലെഫ്റ്റ് ബാക്ക്, റാബിയോട്ടും. പിന്നെ കഴിഞ്ഞ പ്രാവശ്യം ഫൈനലില് മറ്റേ ഹാഫ് വോളി ഒക്കെ അടിച്ചു. എന്താ ഫൈനലാ സെമി ഫൈനലാ കഴിഞ്ഞ വേൾഡ് കപ്പില് കൊളോമാനിയോ ഫൈനലില് അടിച്ച കൊളോമാനിയല്ലേ? ഫൈനലല്ല, ഫൈനലോ സെമി ഫൈനലായിട്ട് ഹാഫ് വോളിയോ വോളിയായിട്ട് അടിച്ചു. ഗോളോ? ആ ഓരോ ബാക്കാ തോന്നുന്നുണ്ട്. തിയോ ഹെർണാണ്ടസ് അല്ല, ആ വെളുത്തില്ല പവാടില്ലല്ലോ ടീമിലില്ല. ഞാൻ റാബിയോട്ടിനെ കാണുമ്പോ ഇടയ്ക്ക് ഓന് ഓർമ്മ വരും. ഗോളിനെ പറ്റി പറഞ്ഞപ്പോഴാണ് അതെന്താ വെച്ചാ ആ ടീം ഏകദേശം ഇപ്പൊ ഫ്രാൻസിന്റെ ടീമില് ഫുള്ള് ബ്ലാക്സ് ആണ്. അതില് ഇപ്പം ഈ റാബിയോട്ടേ ഉള്ളൂ അവിടെ പ്യൂർലി വൈറ്റ്. ഫുള്ള് തിയോ ഹെർണാണ്ടസ് ഫ്രഞ്ച് അല്ലല്ലോ, സ്പാനിഷ്. അതായത് തിയോയും ലൂക്കാസും ഉണ്ടല്ലോ, രണ്ടാളും ഉണ്ടല്ലോ. ഓന് ഫ്രഞ്ച് ആണോ ഡൗട്ട് ഉണ്ടായി, അറിയില്ല. മേ ബി ഫ്രഞ്ച് അല്ലെങ്കിൽ സ്പാനിഷ് ഒക്കെയാണ്. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും എല്ലാരും അതെ ഫ്രാൻസിന്റെ കീഴിൽ കളിക്കുന്നുണ്ട്, ഫ്രാൻസിന്റെ പ്ലേയേഴ്സ് തന്നെയാണ്. പിന്നെ എന്താ സ്പെയിനിന്റെ കാര്യത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ യമാലും ഇവരൊക്കെ നിക്കോ വില്യംസിന്റെ ഏട്ടന് ഗാനിയിലാണ് കളിക്കുന്നത്. അതിലും ഇതേപോലെ അല്ലെങ്കിലും യൂറോപ്പിൽ ഏകദേശം അങ്ങനെ തന്നെ. നമ്മളെ ഇന്ത്യൻ ടീമൊക്കെ തന്നെ ഉള്ളു പുറത്തുനിന്ന് ആളെടുക്കണേലും മടി കാണിക്കണേന്. ഇന്ത്യൻ ടീം ഇപ്പൊ എടുക്കാൻ റയാൻ വില്യംസിനെ കൊടുന്നു. പുതിയ റൂള് പാസ്സായിട്ടുണ്ടല്ലേ, OCI പ്ലേയേഴ്സിനെ അക്സെപ്റ്റ് ചെയ്യാനുള്ള. പക്ഷെ അതിന്റെ എന്താ കൃത്യമായിട്ടൊന്നും ക്ലിയർ ആയിട്ട് ആരും പറഞ്ഞിട്ടില്ല. അതേപോലെ പിന്നെ ഇന്ത്യന്റെ നമ്മളെ ഇപ്പൊ പവാഡിന്റെ കാര്യം പറഞ്ഞപ്പോഴാ നമ്മളെ ഇപ്രാവശ്യത്തെ ബെസ്റ്റ് ഗോള് നമ്മളെ കേപ്പ് വെർഡേന്റെ പ്ലെയറിനായിരിക്കും, അർജന്റീനക്കെതിരെ അത്യാവശ്യം നല്ല അടിപൊളി ഗോളേനും. വേറെ ഇപ്പൊ അതിലേറെ മികച്ച ഗോളിപ്പോ അതെ സ്റ്റാൻഡ് ഔട്ട് ആയിട്ട് അങ്ങനെ തോന്നിയിട്ടൊന്നുമില്ല. പിന്നെ ഇപ്പൊ ഉള്ളത് അതിന്റെ ലെവലിൽ നിൽക്കാന് എംബാപ്പന്റെ ഒരു ഗോൾ ഉണ്ട്, അതും അത്ര അടിപൊളിയല്ല. എംബാപ്പെ നേരെ സെന്ററിന്നാണ്, മിഡിൽ നിന്ന് അടിച്ചത്. ബെൻ സൈഡിൽ സെനഗലിന്റെ എതിരെ ഫസ്റ്റ് കളിയില് സെനഗലിന്റെ എതിരെ അതൊരു നൈസ് ഗോൾ ആയിരുന്നു. പിന്നെ ഇപ്പൊ അൽവാരസിന്റെ അടിപൊളി ഗോൾ തന്നെയായിരുന്നു, അത് അടിപൊളി ഗോൾ ആയിരുന്നു. അതും അത്രയും. അർജന്റീനയുടെ കാര്യം പറഞ്ഞപ്പോഴാണ്